ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ഒരു പഴംപൊരിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് അരി എന്താ പറയുക കടലപ്പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. കടലപ്പൊടി ഇട്ട് കൊടുക്കുക. ആ ഒരു കപ്പ് തന്നെ നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1 കപ്പ് മതി, 1.5 കപ്പോളം മൈദപ്പൊടി മതി. കടലപ്പൊടി ആട്ടോ കൂടുതൽ വേണ്ടത്. പിന്നെ ഇച്ചിരി അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. പിന്നെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൊട്ടി കൊടുക്കണേ. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മറ്റേ ഇതില്ലേ എന്താണ് അപ്പക്കാരം, അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ. വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ 3 ഏലക്കായും കൂടി ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. കൂടുതൽ വെള്ളമായി പോയത് കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് മുക്കുമ്പോൾ ലോസായിട്ട് പോകും. അപ്പോൾ കട്ടിയിൽ വേണം അടിച്ചെടുക്കാൻ. എൻ്റെ ഒരു ഇത്തിരി വെള്ളം കൂടി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ലോസ് കാണുന്നത്. പിന്നെ നമ്മൾ ചൂടായ എണ്ണയിലോട്ട് വേണം അതിട്ട് കൊടുക്കാൻ. കണ്ടോ, അത് ലൂസായതുകൊണ്ട് കേട്ടോ മാവ് ഇങ്ങനെ വേറിട്ട് പോകുന്നത്. പക്ഷേ മാവ് അതുമ്പോൾ തന്നെ ഉണ്ടാവും ചെയ്യും. എന്നാലും കുറച്ചെൻ്റെ കൈമന്നൊക്കെ ആയിട്ടുള്ളതാണ്, മുരിച്ചിലാണ് കാരണം. പക്ഷേ ആ മുരിഞ്ഞ സാധനമൊക്കെ തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ മാവ് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കടലപ്പൊടി കൂടുതലാണ് ഇതിന് വേണ്ടത്. പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പഴം എങ്ങനെ വേണമെങ്കിലും മുറിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. എല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ്, നല്ല ക്രിസ്പിയാണ്. എന്താ പറയുക, പെട്ടെന്ന് അങ്ങോട്ട് തണുത്ത് ചത്തു പോകുന്നില്ല കേട്ടോ. പഴംപൊരി രതീഷാവുന്നില്ല. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പറയണ്ടല്ലോ എന്താണ്, പാൽ ചായ കട്ടൻ ചായയൊക്കെ കൂട്ടിങ്ങാണ്ട് നല്ല അടിപൊളിയായിട്ട് വൈകുന്നേരത്തെ ചായ കുടിക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സീ യു.